എൻ്റെ പേര് അഞ്ജന. എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ഫങ്ഷനാണ്. അപ്പോൾ ആദ്യം തന്നെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് സെറ്റ് ഓഫ് പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ പ്രോഗ്രാമിൽ റിപ്പീറ്റഡായി വരുന്ന കോഡ് ഉണ്ടെങ്കിൽ ആ കോഡിനെ ഫങ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ റിപ്പീറ്റഡ് കോഡ് അവിടെ യൂസ് ചെയ്യുന്നതിന് പകരം ആ ഫങ്ഷൻ അവിടെ കോൾ ചെയ്താൽ മതി. അതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. All the functions that are written by us come under the category of user-defined functions. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. The body of the function and when an unintended block has entered. ഈ ഇൻറ്റൻഡഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് സ്പേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോഡ് ലൈൻ ആണ്. അപ്പം ആ ഫങ്ഷനിൽ, അതായത് ബോഡി ഓഫ് ദ ഫങ്ഷനിൽ ഒരു അൺഇൻറ്റൻഡഡ് ബ്ലോക്കാണ് എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ ആ ഫങ്ഷൻ അവിടെ എൻഡ് ചെയ്യും. അതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഡെഫ് ആണ്. DEF. ഇതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ കീവേഡ്. ഇനി ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡെഫ് ഫങ്ഷൻ നെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് റിട്ടേൺ വാല്യൂ. ഇതിൻ്റെ എക്സാമ്പിളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഡെഫ് ഫങ്ഷൻ, അതായത് നമ്മളിവിടെ ഒരു ഫങ്ഷനെ ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് ഫങ്ഷൻ. എന്നിട്ട് ഇവിടെ നമ്മൾ ആ ഫങ്ഷനെ കോൾ ചെയ്യും. ആ കോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇൻസൈഡ് ഫങ്ഷൻ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ദ ലെങ്ത് ഓഫ് ദ സോഴ്സ് പ്രോഗ്രാം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ഫങ്ഷൻസ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. അപ്പോൾ ഒരു സോഴ്സ് പ്രോഗ്രാമിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു പ്രോഗ്രാമിൻ്റെ ലെങ്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈസി ടു ലൊക്കേറ്റ് ആൻഡ് ഐസൊലേറ്റ് എ ഫോൾട്ടി ഫങ്ഷൻ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ഈ വലിയ പ്രോഗ്രാമിനെ നമ്മൾ സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഇറർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും. അടുത്ത അഡ്വാൻറ്റേജ്, എ ഫങ്ഷൻ മേ ബി യൂസ്ഡ് ബൈ മെനി അതർ പ്രോഗ്രാംസ്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ തന്നെ സെയിം റിപ്പീറ്റഡ് ആയിട്ട് കോഡ് വരികയാണെങ്കിൽ ആ കോഡ് അവിടെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഫങ്ഷൻ അവിടെ കോൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഋത്തിക്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പാരാമെറ്ററൈസ്ഡ് ഫങ്ഷൻ, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ആദ്യം പാരാമെറ്ററൈസ്ഡ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. Parameterized function. The function may take arguments, also called parameters, as input within the opening and closing parentheses, just after the function name followed by a colon. Parameterized function എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഇൻപുട്ട് വാല്യൂ ആയിട്ട് ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സോ എടുക്കുന്നതിനാണ് പാരാമെറ്ററൈസ്ഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പാരാമീറ്റേഴ്സിനോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സോ പറയുന്നത് നമ്മൾ ഒരു ഇൻഫർമേഷൻ ഡാറ്റ പാസ്ഡ് ഇൻ ടു എ ഫങ്ഷൻ ഈസ് കോൾഡ് ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷനെയാണ് പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സോ പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് താഴെ തന്നിരിക്കുന്ന ഡെഫ് ഫങ്ഷൻ നെയിം ആർഗ്യുമെന്റ് 1 ആർഗ്യുമെന്റ് 2. ഇതിൽ ഈ ഡെഫ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ്. ഫങ്ഷൻ നെയിം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫംഗ്ഷന് കൊടുക്കുന്ന ഐഡൻറ്റിഫയറിൻ്റെ നെയിം, അതിനെയാണ് ഈ ഫംഗ്ഷൻ അണ്ടർസ്കോർ നെയിം ഉദ്ദേശിക്കുന്നത്. ആർഗ്യുമെന്റ് 1 ആർഗ്യുമെന്റ് 2 ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ എക്സാമ്പിൾ പറയുന്നത് ഒരു നമ്പർ നമ്മൾ യൂസർ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അത് ഈവൺ ആണോ ഓഡ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡിഫൈൻ ഈവൻ ഓഡ് എക്സ് ഇഫ് എക്സ് ഡിവൈഡഡ് ബൈ 2 റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0 പ്രിന്റ് ഈവൻ എൽസ് പ്രിന്റ് ഓഡ്. ഇവിടെ പറയുന്നത് ഈവൻ ഓഡ് എന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാണ്. അതിൻ്റെ എക്സ് എന്ന വാല്യൂ നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ ഈ എക്സ് എന്ന വാല്യൂവിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ എക്സ് എന്ന വാല്യൂ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ ഈവൻ പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഓഡ് പ്രിന്റ് ചെയ്യും. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാതെ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ
ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ എക്സിൽ സ്റ്റോറായി ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഈവനോ ഓഡോ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ്. ഡിഫോൾട്ട് വാല്യൂസ് ഇൻഡിക്കേറ്റ് ദാറ്റ് the function argument will take that value if no argument value is passed during function call. The default value is assigned by using assignment equal to operator of the form. ഈ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു യൂസർ ഇൻപുട്ട് ആയിട്ട് ഒരു വാല്യൂസും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന നേരത്ത് തന്നെ ആ ഒരു ഡിഫോൾട്ട് ആയിട്ട് തന്നെ അതിൻ്റെ വാല്യൂ കൊടുത്തു വെക്കുന്നതിനാണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു രീതിയാണ് താഴെ തന്നിരിക്കുന്നത്. കീവേഡ് നെയിം ഈക്വൽ ടു വാല്യൂ. ഈ ഒരു ഫോർമാറ്റിലാണ് ആ ഇൻപുട്ടിൻ്റെ ഡിഫോൾട്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡിഫൈൻ മൈ ഫൺ എക്സ് വൈ ഇസ് ഈക്വൽ ടു 50 പ്രിന്റ് എക്സ് പ്രിന്റ് വൈ. താഴെ കൊടുത്തിരിക്കുന്നത് മൈ ഫൺ ബ്രാക്കറ്റിൽ 10 എന്ന ഇൻപുട്ട് വാല്യൂ ആണ്. ഈ മൈ ഫൺ ബ്രാക്കറ്റിൽ 10 എന്ന് കൊടുക്കുന്നത് ഒരു ഫംഗ്ഷൻ കോളിംഗ് ആണ്. നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നതാണ്. ഇവിടെ നടക്കുന്നത് പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. പൊസിഷണൽ ആർഗ്യുമെന്റിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഫോർമാറ്റ് അനുസരിച്ചായിരിക്കും അതിന്റെ ഇൻപുട്ട് വാല്യൂ സ്റ്റോർ ആവുക. ഇവിടെ 10 എന്ന വാല്യൂ മാത്രമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് 10 എന്ന വാല്യൂ എക്സിലേക്കാണ് സ്റ്റോർ ആകുക. അതേ സമയത്ത് നമ്മൾ 10,5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 10ഉം വൈൻ്റെ വാല്യൂ 5 ആയിട്ടും മാറും. പക്ഷെ ഇവിടെ കൊടുത്തത് മൈ ഫൺ 10 എന്നാണ്. അതുകൊണ്ട് എക്സിന്റെ വാല്യൂയിലേക്കാണ് ഈ 10 എന്നത് സ്റ്റോർ ആകുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് നോക്കാൻ നേരം ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 10 ആവുകയും വൈൻ്റെ വാല്യൂ 50 ആവുകയും ചെയ്യുന്നു. കാരണം വൈൻ്റെ വാല്യൂ 50 ആവാൻ കാരണം നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന നേരത്ത് തന്നെ നമ്മൾ വൈൻ്റെ വാല്യൂ 50 ഡിഫോൾട്ട് ആയിട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ 50 കിട്ടിയത്. വൈൻ്റെ വാല്യൂ 50 ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത്. അടുത്ത് നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കീവേഡ് ആർഗ്യുമെന്റ്സിനെ കുറിച്ചാണ്. കീവേഡ് ആർഗ്യുമെന്റ്സ് വിച്ച് ആർ പ്രിസീഡഡ് വിത്ത് എ വേരിയബിൾ നെയിം ഫോളോഡ് ബൈ എ ഈക്വൽ ടു സൈൻ ആർ കോൾഡ് കീവേഡ് ആർഗ്യുമെന്റ്സ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് ആർഗ്യുമെന്റ് നെയിമിലേക്ക് അതിന്റെ വാല്യൂ കൊടുക്കുന്നതിനെയാണ് കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ദ ഐഡിയ ഈസ് ടു അലോ കോളർ ടു സ്പെസിഫൈ ആർഗ്യുമെന്റ് നെയിം വിത്ത് വാല്യൂസ് സോ ദാറ്റ് കോളർ ഡസ് നോട്ട് നീഡ് ടു റിമെമ്പർ ഓർഡർ ഓഫ് പാരാമീറ്റേഴ്സ്. നമ്മൾക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്തെ തന്നെ അതിൻ്റെ ആർഗ്യുമെന്റ്സ് നെയിമിലേക്ക് അതിൻ്റെ വാല്യൂസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ച ഫംഗ്ഷൻ ഫോർമാറ്റോ നമുക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓൾ ദ കീവേഡ് ആർഗ്യുമെന്റ്സ് പാസ്റ്റ് മസ്റ്റ് മാച്ച് വൺ ഓഫ് ദി ആർഗ്യുമെന്റ്സ് ആക്സെപ്റ്റഡ് ബൈ ദി ഫംഗ്ഷൻ. യു മേ ചേഞ്ച് ദി ഓർഡർ ഓഫ് അപ്പിയറൻസ് ഓഫ് ദി കീവേഡ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് കീവേഡ് ആർഗ്യുമെന്റ് ഉപയോഗിച്ച് ആർഗ്യുമെന്റ്സ് നെയിമിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന സമയം ആഡ് ചെയ്യുന്ന കീവേഡ് ആർഗ്യുമെന്റ് ഡിഫൈൻ ചെയ്ത് വെച്ച കീവേഡ് ആർഗ്യുമെന്റിൽ ആയിട്ട് ഏതെങ്കിലും ഒന്നായിട്ട് മാച്ച് ചെയ്യണം. ഇനി കീവേഡ് ആർഗ്യുമെന്റും പൊസിഷണൽ ആർഗ്യുമെന്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ടും ഒരേ എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷണൽ ആർഗ്യുമെന്റ്. പൊസിഷണൽ ആർഗ്യുമെന്റിൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം IHRD ഫസ്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് ആദ്യം IHRDയും പിന്നെ കോളേജും കൊടുത്തു. അതുകൊണ്ടാണ് ഔട്ട്പുട്ടിൽ IHRD കോളേജ് എന്ന് വന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ IHRD എന്നുള്ളത് ഫസ്റ്റ് നെയിമും കോളേജ് എന്നത് ലാസ്റ്റ് നെയിമിലേക്കുമാണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കോളേജ് എന്നത് ആദ്യവും IHRD എന്നത് രണ്ടാമതുമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കോളേജ് എന്നത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമിലേക്ക് IHRDയും എന്നതാണ് സ്റ്റോർ ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കോളേജ് IHRD എന്ന് വന്നത്.
ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കീവേഡ് ആർഗ്യുമെന്റ്സ് ഉപയോഗിക്കുന്നത്. ഈ കീവേഡ് ആർഗ്യുമെന്റ്സിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു IHRD എന്നും ലാസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു കോളേജ് എന്ന് കൊടുക്കുന്നത് കൊണ്ട് ഈ ഫസ്റ്റ് നെയിമിലേക്ക് IHRD എന്നും ലാസ്റ്റ് നെയിമിലേക്ക് കോളേജ് എന്നതുമാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഔട്ട്പുട്ടിൽ IHRD കോളേജ് എന്ന് കിട്ടുന്നത്. ഇവിടെ ഈ കീവേഡ് ആർഗ്യുമെന്റ്സിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ലാസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു കോളേജ് എന്നും ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു IHRD എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് നെയിമിലേക്കാണ് ഈ കോളേജ് സ്റ്റോർ ആവുന്നതും ഫസ്റ്റ് നെയിമിലേക്ക് IHRD എന്നത് സ്റ്റോർ ആവുന്നതും. അതുകൊണ്ടാണ് നമ്മൾക്ക് IHRD കോളേജ് എന്നത് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതാണ് ഈ പൊസിഷണൽ ആർഗ്യുമെന്റും കീവേഡ് ആർഗ്യുമെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി കീവേഡ് ആർഗ്യുമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഡിഫൈൻ ചെയ്ത് വെച്ച ഫംഗ്ഷനെ നമ്മൾ പിന്നെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് മാർക്സ് 71, 77 എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. ഈ മാർക്സിൽ 71 ഇംഗ്ലീഷിലേക്കും 77 മാത്തിലേക്കുമാണ് സ്റ്റോർ ആവുന്നത്. അടുത്ത സയൻസിന്റെ വാല്യൂ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചതിൽ ഡിഫോൾട്ട് ആയിട്ട് സയൻസിന്റെ വാല്യൂ 80 ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഔട്ട്പുട്ടിൽ മാത്സിന് ഇംഗ്ലീഷിന് 71ഉം മാത്സിന് 77ഉം സയൻസിൽ 80 ആയിട്ട് കിട്ടുന്നത്. ഈ കോളിംഗ് ദി ഫംഗ്ഷനിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആദ്യം 65 എന്ന വാല്യൂ കൊടുക്കുന്നു, പിന്നെ സയൻസ് ഈക്വൽ ടു 74 എന്ന് കൊടുക്കുന്നു. ഇവിടെ നടക്കുന്നത് ഒരു പൊസിഷണൽ ആർഗ്യുമെന്റും പിന്നെ ഒരു കീവേഡ് ആർഗ്യുമെന്റ് ആണ് നടക്കുന്നത്. ഒരു വാല്യൂ കൊടുത്തിട്ടുമില്ല. ആദ്യം നടക്കുന്നത് ഈ 65 എന്നത് ഇംഗ്ലീഷിലേക്കും സ്റ്റോർ ആവുന്നു, സയൻസിലേക്ക് 74ഉം സ്റ്റോർ ആവുന്നു. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തു വെച്ച മാത്തിന്റെ മാർക്കായ 85ഉമാണ് ഔട്ട്പുട്ടിൽ പ്രിന്റ് ആയി വരുന്നത്. ഈ തേർഡ് ഫംഗ്ഷനിൽ മാർക്സിൽ സയൻസ് ഈക്വൽ ടു 70, മാത്ത് ഈസ് ഈക്വൽ ടു 90, ഇംഗ്ലീഷ് ഈസ് ഈക്വൽ ടു 75 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മൊത്തം കീവേഡ് ആർഗ്യുമെന്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂസ് എല്ലാം ഈ കീവേഡ് ആർഗ്യുമെന്റ്സിൽ നമ്മൾ കൊടുത്തത് പോലെ തന്നെയാണ് ഔട്ട്പുട്ടിൽ വരിക. ഇംഗ്ലീഷിന്റെ മാർക്ക് 75ഉം മാത്സിന്റെ മാർക്ക് 90ഉം സയൻസിന്റെ മാർക്ക് 70ഉം ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുക. ഓക്കെ, താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഷാരുൺ. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പാരാമീറ്റേഴ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഇൻ പൈത്തൺ. അപ്പോൾ അതിൽ ആദ്യം വരുന്ന ടോപ്പിക്ക് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. വാട്ട് ഈസ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്? സം ഫങ്ഷൻസ് ഹാവ് നോ ആർഗ്യുമെൻറ്റ്സ്, others have multiple. There are times we have functions with arguments we don't know about beforehand. അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല എത്ര ആർഗ്യുമെൻറ്റ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ ആർഗ്യുമെൻറ്റ്സ് വേണ്ടി വരും. പക്ഷെ അത്ര നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ ലെങ്തി ആവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ടു എൻ്റർ ദ മാർക്ക് ഓഫ് സ്റ്റുഡൻസ് ഹു സ്കോർഡ് 50+ മാർക്സ്. അതായത് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ 50-ൽ കൂടുതൽ സ്കോർ ചെയ്ത കുട്ടികളുടെ മാർക്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് 50-ൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇത് ടൈം കൺസ്യൂമിങ് ആണ്, പിന്നെ ലെങ്തിയും ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ഇതിൽ മെയിനായിട്ട് രണ്ട് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സാണ് ഉള്ളത്. ഒന്ന് *args, മറ്റേ $KWARGS. അതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം, *args. The special syntax *args in functions in Python is used to pass a variable number of arguments to a function. It is used to pass non-keyword variable length argument list. ഇതിനെ കൊണ്ട് നമുക്ക്
ഈ സ്റ്റാർ ആർക്സ് എന്ന ഒരൊറ്റ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എത്ര വാല്യൂസ് വേണമെങ്കിൽ പാസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ സാധാ ഒരു ഫങ്ഷനാണ്. അതിൽ നമ്പർ 2 രണ്ട് നമ്പർ വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിൽ ലോവസ്റ്റ് നമ്പർ ഔട്ട്പുട്ടായിട്ട് വരുന്ന പ്രോഗ്രാമാണ് ഫസ്റ്റ് ഉള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു, mymin. ഇനി ആ ഫങ്ഷൻ്റെ ബോഡിയിൽ നമ്മൾ ഇഫ് num1 ലെസ് ദാൻ num2 കൊടുത്തു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ num1 റിട്ടേൺ ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ num2 റിട്ടേൺ ചെയ്യും. ഇനി ആ ഫങ്ഷൻ നമ്മൾ കോൾ ചെയ്തു mymin ഓഫ് 23,50. അപ്പം ഇനി ഔട്ട്പുട്ട് വരുന്നത് 23 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റാർ ആർക്സ് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. അതിൽ ഇപ്പം ഒരു 5 നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ലോവസ്റ്റ് നമ്പർ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ 5 ആർഗ്യുമെൻറ്റ്സ് നമ്മളെ ഫങ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഒറ്റ വേരിയബിൾ, അതായത് സ്റ്റാർ ആർക്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാർ ആർക്സ് വെച്ച് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു, df mymin ഓഫ് സ്റ്റാർ ആർക്സ്. ഇനി ആ ഫങ്ഷൻ്റെ ബോഡി പാർട്ടിൽ റിസൾട്ട് ഈക്വൽ ടു args ഓഫ് 0, അതായത് ഇൻഡെക്സ് നമ്പറാണ് കൊടുത്തത്. ഫസ്റ്റ് 0th പൊസിഷനിലെ ആർക്സിൻ്റെ വാല്യൂ റിസൾട്ടിലേക്ക് പോവും. ഇനി ഫോർ നം ഇൻ args ഇഫ് നം ലെസ് ദൻ റിസൾട്ട്, അതായത് നം റിസൾട്ടിൽ കുറവാണെന്നോ നോക്കും. അത് കുറവാണെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു നം പോവും, അല്ലെങ്കിൽ വേറെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മ ഈ ഫങ്ഷനെ കോൾ ചെയ്തു നമ്മ ഈ ഫങ്ഷനെ കോൾ ചെയ്താൽ റിസൾട്ട് mymin ഓഫ് 4, 5, 6, 7, 2. നമ്മ ഇനി ഇത് കോൾ ചെയ്യുമ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പാസ് ചെയ്തത് സ്റ്റാർ ആർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വേരിയബിളാണ്. പക്ഷെ കോൾ ചെയ്യുമ്പോൾ നമ്മ 5 നമ്പേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. അപ്പോൾ ഈ 5 നമ്പറും കമ്പയർ ആയിട്ട് ഇതിൽ ലോവസ്റ്റ് നമ്പർ പ്രിൻ്റ് ആവും, അതായത് നമ്പർ 2. പിന്നെ ഇത് ഈ സ്റ്റാർ ആർക്സ് എന്ന് പറയുന്നത് ARGSൻ്റെ പേര് നിങ്ങൾക്ക് വേണേൽ മാറ്റി കൊടുക്കാം. അതായത് ഇപ്പം സ്റ്റാർ വെയർ എന്ന് പറഞ്ഞിട്ടെല്ലാം കൊടുക്കാം. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാർ ARGS ആണ്. അതുകൊണ്ട് മാറ്റേണ്ട വലിയ ആവശ്യം വേണ്ട. അടുത്തത് ഡബിൾ സ്റ്റാർ KWARGS. Python can accept multiple keyword arguments, better known as double star KWARGS. It behaves similar to star ARGS but stores the arguments in a dictionary instead of tuples. അതായത് ഇത് ഡബിൾ സ്റ്റാർ KWARGS നമ്മുടെ സ്റ്റാർ ARGSനെ പോലത്തെ അതേ ഫങ്ഷനാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഡബിൾ സ്റ്റാർ KWARGS ഡിക്ഷണറിയിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബൈ യൂസിങ് എ ഡിക്ഷണറി ഡബിൾ സ്റ്റാർ KWARGS can preserve the names of arguments but it would not be able to keep their position. അതായത് ഈ ഡബിൾ സ്റ്റാർ KWARGS വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും വേരിയബിളിലേക്ക്. പക്ഷെ ആ സ്റ്റോർ ചെയ്തതിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു, അതിൽ പ്രിൻ്റ് KWARGS. ഇനി നമ്മൾ ആ ഫങ്ഷനെ കോൾ ചെയ്യുന്നതാണ് KWARGS ടൈപ്പ് ടെസ്റ്റ്. അതിൻ്റെ പാരാമീറ്ററായിട്ട് a ഈക്വൽ ടു ഹൈ എന്ന് കൊടുത്തു.
രണ്ടാമതും അതേ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഈ രണ്ടാമത് കോൾ ചെയ്ത ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് റോസസ് ഈക്വൽ ടു റെഡ്, വയലറ്റ്സ് ഈക്വൽ ടു ബ്ലൂ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഡിക്ഷണറി ആയിട്ടാണ്. അപ്പോൾ ഡിക്ഷണറിയിൽ എ എന്ന് പറയുന്ന കീയും ഹായ് എന്ന് പറയുന്ന വാല്യൂ ആണ്. പിന്നെ അടുത്ത കോൾ ചെയ്ത ഫംഗ്ഷനിൽ റോസസും വയലറ്റ്സും കീ ആണ്, പിന്നെ റെഡും ബ്ലൂവും വാല്യൂസാണ്. പിന്നെ ഇതിൽ KWRGSും ആർക്സ് എന്ന് പറയുന്ന കേസ് പോലെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ നെയിം മാറ്റി കൊടുക്കാം. പക്ഷെ സ്റ്റാൻഡേർഡായിട്ട് KWRGS ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് ടോപ്പിക്ക് പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ്. ഇപ്പോൾ എന്താ പാസ് ബൈ വാല്യൂ? പാസ് ബൈ വാല്യൂ മീൻസ് ദാറ്റ് എ കോപ്പി ഓഫ് actual parameter value is made in memory. That is, the caller and the callee have two independent variables with same value. If callee modifies the parameter value, the effect is not visible to the caller. ഈ പാസ് ബൈ വാല്യൂവിൽ പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു, അതിൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഒരു വേരിയബിൾ കൊടുത്തു. ഇനി നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ കൊടുത്ത ഒറിജിനൽ വേരിയബിളിന് ചേഞ്ച് ഒന്നും വരുത്താണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ മുകളിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ വാല്യൂക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പാസ് ബൈ റെഫറൻസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് പാസ് ബൈ റെഫറൻസിൽ ഈ നമ്മൾ പാസ് ചെയ്ത വാല്യൂസിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഓപ്പറേഷൻ നടക്കുന്നതാണ്. അതായത് പാസ് ബൈ വാല്യൂവിനെ പോലെ കോപ്പി ഉണ്ടാക്കുന്നില്ല, ഡയറക്റ്റ് ആ വാല്യൂവിൻ്റെ മുകളിൽ ഓപ്പറേഷൻ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ വാല്യൂ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് പാസ് ബൈ റെഫറൻസിൽ പറയുന്നത്. ഇത് ചെറിയൊരു എക്സാമ്പിൾ പോലെ കാണിച്ചതാണ്. പാസ് ബൈ റെഫറൻസ് ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഫിൽ കപ്പ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫിൽ കപ്പിൽ ചേഞ്ച് ചെയ്യുന്ന വേരിയബിളിന് എന്തെല്ലാം ചേഞ്ച് വരുത്തുന്നുണ്ടോ അതെല്ലാം കപ്പിനുള്ള വേരിയബിളിൽ ചേഞ്ച് ആവും. ഇനി പാസ് ബൈ വാല്യൂ നോക്കിയാൽ കപ്പ് എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഫിൽ കപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷനിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഫിൽ കപ്പ് എന്നുള്ള അതിൽ ഉള്ള വേരിയബിളിൽ മാത്രമേ ചേഞ്ചസ് വരുള്ളൂ, അല്ലാതെ കപ്പിലുള്ള വേരിയബിളിൽ ഒരു ചേഞ്ചും വരില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം കോൾ ബൈ വാല്യൂ. നമ്മൾ a = 10 കൊടുത്തു. അടുത്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, df change it of b, print b's വാല്യൂ b, പിന്നെ b = 100 കൊടുത്തു. പിന്നെ പ്രിൻറ്റ് ബീസ് ന്യൂ വാല്യൂ ഇസ് ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നതാണ്, ചേഞ്ച് ഇറ്റ് ഓഫ് എ, പിന്നെ പ്രിൻറ്റ് എ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമ്മൾ ആദ്യം കോൾ ചെയ്യും. ആ ചേഞ്ച് ഇറ്റ് ഓഫ് എ കോൾ ചെയ്യുന്നത് എൻ്റെ വാല്യൂ ആദ്യം നമ്മൾ മുകളിൽ 10 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബീസ് വാല്യൂ 10 ആണെന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ആവും. ഈ രണ്ടാമത്തെ ലൈനിൽ b = 100 ആയി. അപ്പോൾ ബീസ് ന്യൂ വാല്യൂ ഇസ് 100 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ആവും. ഇനി രണ്ടാമത് നമ്മൾ പ്രിൻ്റ് എ ചെയ്യുമ്പം ആ ഒറിജിനൽ വാല്യൂക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത് കോൾ ബൈ വാല്യൂ ആണ്, അതുകൊണ്ട് ഒറിജിനൽ വാല്യൂക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് 10 ആയിട്ട് പ്രിൻ്റ് ചെയ്യും. ഇനി കോൾ ബൈ റെഫറൻസിൻ്റെ കേസ് നോക്കിയാൽ c = 1 12 34 56 ഇങ്ങനെ കൊടുത്തത്. ഇനി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ചേഞ്ച് ദം ഓഫ് d. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡീൻ്റെ വാല്യൂ ആദ്യം പ്രിൻ്റ് ആവും. എന്നിട്ട് ഡീൻ്റെ 0th പൊസിഷനിലെ എലമെൻറ്റ് 99 ആവും. ഡീൻ്റെ ഫസ്റ്റ് പൊസിഷനിലെ എലമെൻറ്റ് 98 ആവും. പിന്നെ ഡി രണ്ടാമതും പ്രിൻ്റ് ആവും. ഇനി നമ്മൾ ഈ മുകളിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ്, ചേഞ്ച് ദം ഓഫ് സി. അപ്പോൾ ചേഞ്ച് ദം ഓഫ് സി എന്നിട്ട് പ്രിൻറ്റ് സി ചെയ്യും.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനിൽ സിക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 12, 34, 56. അപ്പോൾ അതാദ്യം പ്രിൻ്റ് ആവും. ഡീസ് വാല്യൂ 12, 34, 56 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ആവും. ഇനി ഡീസ് ന്യൂ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്ത ആ വാല്യൂസ് ഇതിൻ്റെ മുകളിൽ ഈ നമ്മൾ സി കൊടുത്ത വാല്യൂവിൽ റീപ്ലേസ് ആവും. അതായത് ഡീൻ്റെ ന്യൂ വാല്യൂ 99, 98, 56 എന്നാവും. ഇനി നമ്മൾ സി രണ്ടാമത് പ്രിൻ്റ് ചെയ്താൽ നമുക്ക് പഴയ വാല്യൂ കിട്ടൂല. അതായത് സീൻ്റെ വാല്യൂ 12, 34, 56 എന്ന് കിട്ടൂല. നമുക്ക് പുതിയ നമ്മൾ ചേഞ്ച് ചെയ്ത വാല്യൂ ആയിരിക്കും കിട്ടാറ്. നമുക്ക് പുതിയ ചേഞ്ചായ വാല്യൂ ആയിരിക്കും കിട്ടാറ്. അതായത് 99, 98, 56. താങ്ക് യു. എൻ്റെ പേര് സൂര്യ. എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ഫസ്റ്റ് വൺ, ലോക്കൽ വേരിയബിൾ. എ വേരിയബിൾ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ എ ബ്ലോക്ക് ഈസ് അവൈലബിൾ ഇൻ ദാറ്റ് ബ്ലോക്ക് ഓൺലി. ഇറ്റ് ഈസ് നോട്ട് ആക്സസിബിൾ ഔട്ട്സൈഡ് ദ ബ്ലോക്ക്. എന്ന് വെച്ചാൽ ലോക്കൽ വേരിയബിൾ ഇൻസൈഡ് ദ ഫംഗ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്താൽ എററാണ് കാണിക്കുക. ലോക്കൽ വേരിയബിളിന് ഒരു എക്സാമ്പിളാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ് ഐഡൻറ്റിഫൈസ്. പ്രോഗ്രാം എക്സാമ്പിളാണ് ഇതിൽ എക്സും വൈയും ഇൻസൈഡ് ദ ഫംഗ്ഷനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഗ്ലോബൽ വേരിയബിൾ. എ വേരിയബിൾ present outside any function block is called global variable. Its value is accessible from inside any function. ഇതിൽ ഫംഗ്ഷൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും ആക്സസ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം എക്സാമ്പിളാണിത്. ഇതിൽ സെറ്റ് എൻ്റെ ദ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ടോപ്പിക്കാണ് കോളിംഗ് ദ ഫംഗ്ഷൻ. വൺസ് എ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് വി ക്യാൻ കോൾ ഇറ്റ് ഫ്രം അനദർ ഫംഗ്ഷൻ, പ്രോഗ്രാം ഓർ ഈവൻ ദ പൈത്തൺ പ്രോംപ്റ്റ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ മറ്റൊരു ഫംഗ്ഷനോ പ്രോഗ്രാമിനോ അതും അല്ലെങ്കിൽ പൈത്തൺ പ്രോംപ്റ്റിനോ കോൾ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് ഫംഗ്ഷൻ നെയിം വിത്ത് പാരാമീറ്റർ ടൈപ്പ് ചെയ്താൽ മതി. അതിൻ്റെ സിൻടാക്സ് ആണ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ. എക്സാമ്പിൾ ആഡ് 10, 20 ഔട്ട്പുട്ട് ആയിട്ട് 30.0 കിട്ടും. Recursive function. Recursion is the process of defining something in terms of itself. Recursive function എന്ന് വെച്ചാൽ അല്ലെങ്കിൽ റിക്കേർഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനകത്ത് അതിനെ വീണ്ടും വീണ്ടും ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ടേമിന് അതിൻ്റെ അകത്ത് തന്നെ വീണ്ടും വീണ്ടും ഡിഫൈൻ ചെയ്യുന്നതിനാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. ഇൻ പൈത്തൺ വി നോ ദാറ്റ് എ ഫംഗ്ഷൻ ക്യാൻ കോൾ അതർ ഫങ്ഷൻസ്. It is even possible for the function to call itself. These type of construct are termed as recursive function. നമുക്കറിയാം പൈത്തണിൽ ഫംഗ്ഷന് ഒരു ഫംഗ്ഷന് വേറെ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഫംഗ്ഷന് അതേ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെയുള്ളതിനെയാണ് റിക്കേഴ്സീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് റിക്കേഴ്സീവ് ഫങ്ഷൻ ഉപയോഗിച്ച് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണുന്നതിൻ്റെ പ്രോഗ്രാമാണ്. ഡിഫൈൻ ഫാക്ടോറിയൽ ഓഫ് എക്സ്. പിന്നെ താഴെയുള്ള കമൻ്റാണ് ദിസ് ഈസ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് ആൻ ഇൻഡിജർ. അതിൽ പ്രോഗ്രാം ഇഫ് എക്സ് ഈക്വൽ ടു 1 റിട്ടേൺ 1 എൽസ് റിട്ടേൺ എക്സ് ഇൻറ്റു ഫാക്ടോറിയൽ എക്സ് മൈനസ് 1. നം ഈക്വൽ ടു 3 പ്രിന്റ് ദ ഫാക്ടോറിയൽ ഓഫ് നം ഈസ് ഫാക്ടോറിയൽ ബ്രാക്കറ്റിൽ നം. ഇതിലിപ്പോൾ എക്സ് എന്നുള്ളതിന് നമ്മൾ 1 എന്നാണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ എക്സ് ഈക്വൽ ടു 1 അത് കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ 1ൻ്റെ ഫാക്ടോറിയൽ എന്താ 1 തന്നെയാണ്. അടുത്തത് ഇപ്പോൾ നമ്മൾ 2 കൊടുത്താൽ 2 ഈക്വൽ ടു 1 അത് തെറ്റാണ്. സോ അടുത്ത എൽസിലോട്ട് പോകും. അവിടെ നമ്മൾ എന്താ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 1 രണ്ടും സെയിം ആണ്. 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2 2 ആണ്. അടുത്തിപ്പോൾ 3 എന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ 3 ആണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് 3 എന്ന് കൊടുത്താൽ എക്സ് ഈക്വൽ ടു 1 അത് തെറ്റാണ്. അപ്പോൾ എൽസിലോട്ട് പോകും. അപ്പോൾ 3 ഇൻറ്റു 3 മൈനസ് 2 വരും. 3 ഇൻറ്റു 3 മൈനസ് 1 വരും. അതും നമ്മൾ അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് വരും. അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ 2 ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഡിഫൈൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ 2 വരും. എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതിൽ അത് തെറ്റാണ്, എൽസിലോട്ട് പോകും. സോ അവിടെ വരിക 2 ഇൻറ്റു 1 എന്നാണ് വരിക.
അത് 2 × 2 - 1 എന്നുള്ളതിൽ 1. ഇപ്പോൾ നമ്മൾ 3 എന്ന് കൊടുത്തതിൽ അടുത്തിപ്പോൾ 1 വീണ്ടും പോകും. 1 വരുമ്പോൾ റിട്ടേൺ ചെയ്യുക 1 തന്നെയാണ്. സോ നമ്മളിപ്പോൾ 3 ഫാക്ടോറിയൽ നമ്പർ 3 ആണ് കൊടുത്തെങ്കിൽ 1 × 2 × 3 എന്നാണ് വരിക. അത് 6 ഈക്വലാണ്. നമുക്കറിയാം 3ൻ്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 6 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് ഫാക്ടോറിയൽ ഓഫ് 3 is 6. ഇപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളിൽ റിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 1 എന്നുള്ള നമ്പർ റെഡ്യൂസസ് ടു 1. 1 റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് റിക്കേഷൻ എൻഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എല്ലാ റിക്കേഴ്സീവ് ഫംഗ്ഷനിലും അങ്ങനെ ഒരു ബേസ് കണ്ടീഷൻ ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ റിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അഥവാ ഈ ബേസ് കണ്ടീഷൻ ഇല്ലെങ്കിൽ അത് ഇൻഫിനിറ്റ്ലി കോൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പൈത്തൺ ഇൻ്റർപ്രെറ്റർ ലിമിറ്റ്സ് ദ ഡെപ്ത് ഓഫ് റിക്കേഷൻ ടു ഹെൽപ്പ് അവോയ്ഡ് ഇൻഫിനിറ്റ് റിക്കേഷൻ റിസൾട്ടിങ് ഇൻ സ്റ്റോക്ക് ഓവർഫ്ലോ. അതുകൊണ്ട് തന്നെ ഈ പൈത്തൺ ഇൻ്റർപ്രെറ്റർ ഇതിൻ്റെ ഡെപ്തിൻ്റെ കാര്യത്തിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം ഡെപ്ത് എന്ന് വെച്ചാൽ 1000 ആണ്. ഈ ലിമിറ്റ് ക്രോസ് ചെയ്താൽ അത് റിക്കേഷൻ എറർ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ അഡ്വാൻറ്റേജസ് എന്തെല്ലാമെന്ന് വെച്ചാൽ ഇറ്റ് മേക്ക് ദ കോഡ് ലുക്ക് ക്ലീൻ ആൻഡ് എലഗൻ. അത് നമ്മളിപ്പോൾ ഒരു കോഡ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയിലും പിന്നെ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കും. നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. പിന്നെ എ കോംപ്ലക്സ് ടാസ്ക് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ് പ്രോബ്ലംസ് യൂസിങ് റിക്കേഷൻ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ സീക്വൻസ് ജനറേഷൻ ഈസ് ഈസിയർ വിത്ത് റിക്കേഷൻ ദാൻ യൂസിങ് സം നെസ്റ്റഡ് ഐട്രേഷൻസ്. നിലവിലുള്ള നെസ്റ്റഡ് ഐട്രേഷൻസ് ഉപയോഗിച്ച് സീക്വൻസ് ഫോം ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സീക്വൻസ് ഫോം ചെയ്യാം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഏതെല്ലാമെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ലോജിക്ക് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ റിക്കേഴ്സീവ് കോൾസ് ഇൻഎഫിഷ്യൻറ്റും ടൈം കൺസ്യൂമിങ്ങും മെമ്മറി ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഇതിൻ്റെത് ഇറ്റ് ഈസ് ഹാർഡ് ടു ഡീബഗ്. ഈ റിക്കേഴ്സീവ് ഫംഗ്ഷന് ഡീബഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷനെ കുറിച്ച് പറയുന്നത്. Anonymous function. In Python, an anonymous function is a function that is defined without a name. പൈത്തൺ അനോണിമസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു നെയിം ഇല്ലാതെ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷൻ. ദ അനോണിമസ് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് യൂസിങ് ലാംഡ കീവേഡ്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാംഡ ഫംഗ്ഷൻ. അനോണിമസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാംഡ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ സിൻറ്റാക്സ് എന്ന് വെച്ചാൽ ലാംഡ ആർഗ്യുമെൻറ്റ്സ് ഈക്വൽ ടു കോളൻ എക്സ്പ്രഷൻ. അതാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് അനോണിമസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ഇൻപുട്ടിനെ ഡബിൾ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണിത്. പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ ഇത് നോക്കുക. പ്രോഗ്രാം നോക്കുക. ഡബിൾ ഈക്വൽ ടു ലാംഡ എക്സ് കോളൻ എക്സ് സ്റ്റാർ 2 പ്രിൻറ്റ് ഡബിൾ ഓഫ് 5. ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യും പോലെ ഡബിൾ ചെയ്ത് ഇതിൻ്റെ ലാംഡ എക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്. ഈ എക്സ് സ്റ്റാർ 2 എന്നുള്ളത് ഇതിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഇതിൽ എക്സ് നമ്മളിപ്പോൾ 5 കൊടുത്താൽ അത് റൺ ചെയ്തിട്ട് എക്സ് ഇൻറ്റു 2 10 എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതിൽ ഈ ഫംഗ്ഷന് നെയിം ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ഇത് റിട്ടേൺ ചെയ്യും. അത് ഡബിൾ എന്നുള്ള ഐഡൻറ്റിഫയറിലോട്ട് അസൈൻ ചെയ്യും. ഈ എക്സ് ലാംഡ എക്സ് എന്നുള്ളത് ആർഗ്യുമെൻറ്റും എക്സ് സ്റ്റാർ 2 എന്നുള്ളത് എക്സ്പ്രഷനുമാണ്. വി യൂസ് ലാംഡ ഫങ്ഷൻസ് വെൻ വി റിക്വയർ നെയിംലെസ് ഫങ്ഷൻ ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. നമുക്കിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു പേരും ഇല്ലാത്തൊരു ഫങ്ഷൻ കുറച്ച് നേരത്തേക്ക് ആവശ്യപ്പെട്ടാലാണ് നമുക്ക് വേണ്ടി വന്നാലാണ് നമ്മൾ ലാംഡ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ലാംഡ ഫങ്ഷൻസ് ആർ യൂസ്ഡ് അലോങ് വിത്ത് ബിൽഡ്-ഇൻ ഫങ്ഷൻസ് ലൈക്ക് ഫിൽറ്റർ ആൻഡ് മാപ്പ്. സാധാരണ ലാംഡ ഫങ്ഷൻസ് ബിൽഡ്-ഇൻ ഫങ്ഷനായ ഫിൽറ്ററിൻ്റെയും മാപ്പിൻ്റെയും കൂടെയാണ് ഉപയോഗിക്കാറ്. എക്സാമ്പിൾ യൂസ് വിത്ത് ഫിൽറ്റർ. ഫിൽറ്ററിന് കൂടെ എങ്ങനെയാണ് അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫിൽറ്റർ ഫംഗ്ഷൻ
The filter function in Python takes in function and a list as arguments. The function is called with all items in the list and new list is returned which contains item for which the function evaluates to true. Filter function in Python takes in function list as arguments. ഈ ഫിൽട്ടർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ അകത്തും ഒരു ലിസ്റ്റിൻ്റെ അകത്തും ആ ലിസ്റ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ലാംഡ യൂസ് ചെയ്തിട്ട് വീണ്ടും ഒരു ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്ത് നമ്മൾ ലൈന് കൊടുത്തെന്ന് വിചാരിക്കുക. അതിലിപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനാണ് കൊടുത്തത് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ കണ്ടീഷൻ വരുന്ന ആ ലിസ്റ്റിലുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മൈ ലിസ്റ്റ് ഈക്വൽ ടു എന്നുള്ള ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എലമെൻറ്റ്സും ഉണ്ട്. ന്യൂ ലിസ്റ്റിൽ കൊടുത്ത് ഫിൽട്ടർ ലാംഡ എക്സ് മോഡ് 2 ഈക്വൽ ടു 0 മൈ ലിസ്റ്റിൻ്റെ അകത്ത് എക്സ് മോഡ് 2 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആവുന്ന എലമെൻറ്റ്സ് ഏതെല്ലാണോ അത് വെച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടി. അടുത്തത് എക്സാമ്പിൾ യൂസ് വിത്ത് മാപ്പ്. The map function in Python takes in a function and a list. The function is called with all the items in the list and new list is returned which contains item returned by that function for each item. മാപ്പ് ഫംഗ്ഷൻ സാധാരണ ഫംഗ്ഷനിൽ ലിസ്റ്റിലാണ് യൂസ് ചെയ്യില്ല. ഫിൽട്ടർ പോലെ തന്നെ ഈ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കും. ഇത് ഫംഗ്ഷൻ ഈസ് കോൾഡ് ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. അതിൻ്റെ അകത്ത് ഐറ്റംസിനകത്ത് നമ്മൾ ഇത് കോൾ ചെയ്തിട്ട് നമുക്കൊരു പുതിയ ലിസ്റ്റ് തരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്ത് ഫംഗ്ഷനാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അത് ഓരോ എലമെൻറ്റിലും എക്സിക്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഓരോ എലമെൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ തിരിച്ച് കിട്ടുന്നത് അത് വെച്ചിട്ട് പുതിയ ലിസ്റ്റ് ഫോം ചെയ്യും. ഇതൊരു എക്സാമ്പിളാണ് ലിസ്റ്റിനുള്ള മൈ ലിസ്റ്റ് ഈക്വൽ ടു 1 5 4 6 അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. പുതിയ ലിസ്റ്റ് കൊടുത്ത് അതിൻ്റെ അകത്ത് ലാംഡ കണ്ടീഷൻ നമ്മൾ കൊടുത്തത് ഏതാണോ എക്സ് അതിനെ ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ എല്ലാ എലമെൻറ്റിനെയും ഡബിൾ ചെയ്ത ഔട്ട്പുട്ട്